ശനിയെ 3-ൽ നിന്നാലുള്ള ഫലങ്ങൾ നോക്കാം. ആദ്യമേ നമ്മൾ നോക്കേണ്ടത് പോസിറ്റീവ് ശനിയാണോ നെഗറ്റീവ് ശനിയാണോ എന്നാണ്. അതായത് ശനിക്ക് ബലമുണ്ടോ ബലമില്ലയോ എന്ന് നോക്കണം. പാവബന്ധങ്ങളുണ്ടോ എന്ന് നോക്കണം. പിന്നെ 3-ാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നോക്കണം. ശനിയുടെ കാരകത്വങ്ങൾ നോക്കണം. ബലമുള്ള പോസിറ്റീവായിട്ടുള്ള ശനി 3-ൽ നിൽക്കുകയാണെങ്കിൽ വളരെയധികം നല്ല ഫലങ്ങൾ തരും. അപ്പോഴും മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അത് ശത്രുരാശിയിലാകരുത്, മിത്രരാശിയിലാകണം. സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ആണെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും. ഇവർക്ക് ഇളയ സഹോദരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോണം. പേടിക്കാനല്ല പറയുന്നത്. അവരുടെ ജാതകവും കൂടെ അനുസരിച്ച് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതിനുള്ള പരിഹാരങ്ങൾ കൊച്ചിലേ തൊട്ട് ചെയ്തു തുടങ്ങിയാൽ മതി. അതിനുവേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇന്നത് സംഭവിക്കും എന്ന് പറയാനല്ല. ഇത് സംഭവിക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് കുഞ്ഞുനാളിലെ തൊട്ട് പരിഹാരങ്ങൾ ചെയ്താൽ അതെല്ലാം മാറിപ്പോകും. നല്ല ശനിയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അവരെല്ലാം തുടച്ചു മാറ്റാം. അതായത് അവരുടെ മുകളിൽ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കും. കൂടുതൽ പേർക്കും ഒരേ തരത്തിലുള്ള ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. അതായത് ഒരേ ലക്ഷ്യത്തിൽ തന്നെ മുന്നേറും. നമ്മൾ പലപ്പോഴും പല ഗ്രഹസ്ഥിതികളും വെച്ച് പറഞ്ഞിട്ടുണ്ട് പല മേഖലകളിൽ നിന്ന്. ഇവരാണെങ്കിൽ അവർക്ക് കൊച്ചുനാളിൽ തൊട്ട് ഒരു എയിം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ലക്ഷ്യത്തിലോട്ട് മുന്നേറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവർക്ക് സമൂഹത്തിൽ നല്ല ബഹുമാനമൊക്കെ കിട്ടാൻ ഉള്ള സാധ്യതയുണ്ട്. ഇതും കേട്ടോണ്ട് എന്ന് കള്ളും കുടിച്ചേച്ച് റോഡ് സൈഡിൽ കിടക്കുകയാണെങ്കിൽ ബഹുമാനം കിട്ടുമെന്നല്ല പറയുന്നത്. അത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് വ്യത്യാസം വരും. അതുപോലെ നമ്മുടെ ജോലിയിലൊക്കെ നമുക്ക് നല്ല വിജയം കിട്ടാൻ അല്ലെങ്കിൽ നല്ല വരുമാന മാർഗങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു ഗ്രഹസ്ഥിതി കൂടിയാണ് ഇത്. ശനിക്ക് 3-ലോട്ടും 10-ലോട്ടും സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട്, 7-ലോട്ട് ദൃഷ്ടിയുണ്ടല്ലോ. അപ്പോൾ ഈ ഭാവങ്ങളും കൂടെ ഒന്ന് നോക്കിക്കോണം. അതിനനുസരിച്ച് അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ കാരകത്വങ്ങളൊക്കെ ഒന്ന് സ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മൾ നമ്മുടെ ബന്ധുക്കളുമായിട്ട് ചേർന്ന് ഒരു കാര്യങ്ങളിലും ഏർപ്പെടുന്നു. ഇങ്ങനെ ശനി 3-ൽ നിൽക്കുകയാണെങ്കിൽ. അതുപോലെ നമുക്ക് ഇങ്ങനെ കളിസ്ഥലത്തൊക്കെ വെച്ച് അപകടങ്ങൾ, അതായത് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ മൂലം അവർക്ക് ദ്രോഹം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മുഖേന മറ്റൊരു കളിക്കാരന് ക്ഷതമേൽക്കുക, അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അങ്ങനെ കെയർ എടുക്കുകയാണെങ്കിൽ ആ ദോഷം അങ്ങ് മാറിപ്പോകും. 3-ാം ഭാവാവധി എവിടെ ആണ് നിൽക്കുന്നത് നോക്കണം. അതിനുള്ള വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ, അതും കൂടി ഒന്ന് കേട്ടുപോകണം ഇതിൻ്റെ കൂട്ടത്തിൽ. അതുകൊണ്ട് ഒരു പരീക്ഷയിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ജീവിതത്തിലായാൽ പോലും ഒരു സത്യസന്ധതയുടെ പാത പിന്തുടരാനായിട്ട് ആഗ്രഹിക്കും. പിന്നെ ഇവർക്ക് ഇവരുടെ മാതാവിൻ്റെ ഷെയറൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാതാവിൽ നിന്നായിരിക്കും കൂടുതൽ, ആ സൈഡിൽ നിന്നായിരിക്കും കൂടുതൽ ഗുണങ്ങൾ കിട്ടുക. ഏത് കാര്യത്തെയും വളരെ സീരിയസ് ആയിട്ട് ഇടപെടുന്ന, അല്ലാതെ ജോലി ടൈപ്പ് ഒന്നും ആയിരിക്കത്തില്ല. വളരെ സീരിയസ് ആയിട്ട് ഇടപെടുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെയാണെങ്കിൽ ഈ ജോലി സ്ഥലത്തൊക്കെ ഇങ്ങനെ ഈ സീരിയസ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ ബോസുകളുമൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇവർക്ക് കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ശനിയല്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പറയാൻ ഇങ്ങനെ ഫ്ലോ ചിലർ കണ്ടില്ലേ, ഫ്ലോ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറയാൻ ഇടയ്ക്ക് ഒരു നിർത്തി അങ്ങനെ പറയുന്നൊരു ടെൻഡൻസി കാണും. അതൊരു പ്രശ്നമാണ്. വ്യക്തമായി പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഒന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണെങ്കിൽ ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി ഇങ്ങനെ അല്ലെ പ്രസംഗിക്കാനായാലും ഒരു സ്റ്റേജിൽ കയറാനായാലും ഒക്കെ ഒരു മടി കാണും ഇവർക്ക്, ഒരു നാണം കാണും ഇവർക്ക്. പിന്നെ ഗെറ്റ് ടുഗദറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാനൊരു വിമുഖത കാണും. പലപ്പോഴും ഒരു നിരാശ ഇവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോണം. കുഞ്ഞുനാളിൽ തൊട്ടേ അങ്ങനെ വല്ലതും കാണുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ആ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് മനസ്സിനെ ബലപ്പെടുത്തുകയാണെങ്കിൽ ആ നിരാശ വരാതിരിക്കും. ഇപ്പോൾ സഹോദരങ്ങൾ ഉണ്ടെങ്കിലും അവരോടൊരു അടുപ്പം വരാതിരിക്കുക. ഇളയ സഹോദരങ്ങളുണ്ടെങ്കിലും ഒന്ന് സൂക്ഷിച്ചോണേ. അവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നു സൂക്ഷിക്കണം. മൂത്ത സഹോദരങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ചോണേ എന്നാണ് പറയുന്നത്. അങ്ങനെ നടക്കുമെന്നല്ല. എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയായിരിക്കും. എല്ലാം നല്ലോണം വിശകലനം ചെയ്തൊക്കെ ചിന്തിച്ച് വെച്ച കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ. പിന്നെ യാത്രകളൊന്നും അത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. വിദ്യാഭ്യാസത്തിനൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും. മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്നവരായിരിക്കും. പക്ഷെ അത്രയും അങ്ങ് ഇവർക്ക് പറ്റുമോ എന്നറിയത്തില്ല. എന്നാൽ ഇവർ അങ്ങനെ ചിലവഴിക്കും. എല്ലാ കഴിവുകളൊക്കെ കാണും. എവിടെയോ ഒരു തടസ്സം പോലെ കാണും.
അതായത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊരു ഭയം കാണും, ചില സംശയങ്ങളൊക്കെ അങ്ങനെയൊക്കെ കാണും. അതുകൊണ്ടൊക്കെയുള്ള ഒരു കുഴപ്പം. ഇവരുടെ കുടുംബത്തിലുള്ളവർക്ക് അസൂയ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് അമ്മാവന്മാര്, അമ്മായിമാര്, പിന്നെ ഈ പങ്കാളികളുടെ വീട്ടുകാരിലെ അവരുടെ സഹോദര സ്ഥാനീയര്, അവരിൽ നിന്നൊക്കെ ഒരു അസൂയ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ശനി അത്ര നല്ലതല്ലെങ്കിൽ അവർ എക്സാമിലൊക്കെ ഇങ്ങനെ കോപ്പിയടി അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതും ഒന്ന് ശ്രദ്ധിച്ചോളണം. സഹായിക്കുന്നവർ കാല് വാരുന്ന ഒരു അനുഭവമില്ലേ, അത് ഇവർക്കുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ബന്ധുക്കളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം, അല്പകലം പാലിക്കുന്നതാണ് നല്ലത്. പ്രതിരോധ മേഖലയിലും സയന്റിസ്റ്റുകളായിട്ടും അതുപോലെ അങ്ങനെയൊക്കെയുള്ള ജോലികളിൽ തിളങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം കൊടുക്കാൻ ഇവരെപ്പോഴും ഇവർ നല്ല കേൾവിക്കാരായിരിക്കും. അതുപോലെയാണെങ്കിൽ ശനി മഹാദശയിൽ ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. അതിനനുസരിച്ച് അതേ രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. നല്ല ശനി അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വളരെയധികം പാടായിരിക്കും. അതുപോലെ തന്നെയാണെങ്കിൽ പഠിത്തത്തിലൊക്കെ വളരെയധികം പിന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനൊരു പ്രയാസമായിരിക്കും. അങ്ങനെയുമുണ്ട്. കൂടുതലും ഇതിനുള്ള ചാൻസാണ്. അത് മറ്റേത് ഒത്തിരി നല്ല ശനിയാണെങ്കിലാണ് മറ്റേ തരത്തിൽ, അതായത് ഉച്ചത്തിലൊക്കെ നിൽക്കുന്ന ശനിയാണെങ്കിൽ അങ്ങനെ ഗുണം കിട്ടുന്നത്. ഇവർക്ക് അറേഞ്ച്ഡ് മാരേജ് ആണ് നല്ലതെന്നാണ് പറയുന്നത്. ലവ് മാരേജിലൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും കുറച്ചായിരിക്കും പറയുന്നത്. സംസാരമൊക്കെ വളരെ കുറവായിരിക്കും. ജോലിയിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരായിരിക്കും. അതിനുവേണ്ടി ായി പ്രവർത്തിക്കുന്നവരായിരിക്കും. നെഗറ്റീവ് ശനിയാണെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതിനോ ബിസിനസ്സുകളോ എടുക്കുന്നതിനോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിനോ എല്ലാം ഒരുമാതിരി ഭയമായിരിക്കും ഉണ്ടായിരിക്കുക. ഇവർക്ക് സീക്രട്ടായിട്ട് കാര്യങ്ങളൊക്കെ അറിയുന്നതിനൊരു താല്പര്യം കാണും. അതുപോലെ ബിസിനസ് പരമായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളും കാണും. വിദേശത്ത് പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിലൊക്കെ തടസ്സം നിൽക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വേണം ഇങ്ങനെ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പോൾ വിദേശത്ത് പോകാനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ, വീടിന് കുറച്ച് ദൂരോട്ട് പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവരുടെ 3-ൽ ശനിയുള്ളപ്പോൾ വളരെയധികം തടസ്സങ്ങൾ വരുന്നതായിട്ട് കാണാം. 3-ാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളെല്ലാം സ്ലോ ചെയ്യാനുള്ള അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനുള്ള ഒരു ശ്രമം ശനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഓം നമഃ ശിവായ.